തെരഞ്ഞെടുപ്പ് പ്രചാരണം അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഭരണം തിരിച്ചുപിടിക്കാനുള്ള കനത്ത പോരാട്ടത്തിലാണ് ഇടതുമുന്നണി. സർക്കാർ വിരുദ്ധ വോട്ടുകളുടെ സമാഹരണമാണ് അന്തിമഘട്ടത്തിൽ ഇടതുമുന്നണി ലക്ഷ്യമിടുന്നത്. വർഗീയത വിഷയമാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിലേതുപോലുള്ള മുന്നേറ്റം LDF പ്രതീക്ഷിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് മുൻപ് സോളാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ UDFന്റെ ഭൂമിദാനം, അവസാന ലാപ്പിലെത്തുമ്പോൾ ജിഷാവധം. ഭരണം തിരിച്ചുപിടിക്കാൻ സർവ്വശക്തിയുമായി പൊരുതുന്ന ഇടതുമുന്നണിക്ക് പ്രചരണായുധങ്ങൾ ഏറെയുണ്ടായിരുന്നു. ഇടയ്ക്ക് പിണറായിക്കും തൊട്ടുപിന്നാലെ VSനും നാക്കുപിഴച്ചതാണ് പ്രചരണത്തിനിടയിലുണ്ടായ വീഴ്ച. എന്നാൽ അതിനെ മറികടക്കാൻ ഇടതുമുന്നണിക്ക് സാധിച്ചു എന്നതാണ് നേതാക്കളുടെ വിലയിരുത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകൾ അനുകൂലമായതിന്റെ ആത്മവിശ്വാസം ഇടതിന് ഏറെയുണ്ട്. BJP BDJS നേതാക്കളെ കടന്നാക്രമിച്ച് ഇടതുപക്ഷം നടത്തുന്ന പ്രചരണത്തിന്റെ പ്രധാന ലക്ഷ്യവും ഇതുതന്നെയാണ്. BJPക്കൊപ്പം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും കോൺഗ്രസിനെയും ചേർത്ത് നിർത്താനും പ്രസംഗങ്ങളിൽ നേതാക്കൾ ശ്രമിക്കുന്നുണ്ട്. VSും പിണറായിയും ഒന്നിച്ചു നയിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം ആര് നായകനാകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഉത്തരം ലഭിച്ചിട്ടില്ല. ഒപ്പം ബംഗാളിൽ കോൺഗ്രസുമായി ഉണ്ടാക്കിയ ബന്ധം കേരളത്തിൽ വിശദീകരിക്കാനാകാത്തതും ഇടതിന് തിരിച്ചടിയാകുന്നുണ്ട്. ജിഷാവധം അവസാന ലാപ്പിൽ സർക്കാരിനെതിരെ അടിക്കാനുള്ള വടിയായി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടതു നേതാക്കൾ. പരമ്പരാഗത UDF കേന്ദ്രങ്ങളിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ ഇതിനോടകം തന്നെ LDF സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും ഇടതു നേതാക്കൾ വിലയിരുത്തുന്നുണ്ട്. പ്രചരണത്തിലെ മുൻതൂക്കം വോട്ടായി മാറുകയാണെങ്കിൽ ചരിത്ര വിജയമാണ് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നതും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.